നല്ലതാണെന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നിന്നെ വിളിച്ചു എന്ന് നീ പറയുമ്പോ ഹലോ 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 ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഞാൻ വലിയൊരു അപകടത്തിലാ. തന്നെ ഞാനും അതെ, ഞാനും വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. വിളിച്ചപ്പോ അപ്പൊ തന്നെ നീ കൊടുക്കണം, അപ്പൊ തന്നെ മറുപടി കൊടുക്കണം, അപ്പൊ തന്നെ ചെരുപ്പെടുത്ത് അടിക്കണം. ശരിപ്പെടുത്തടിക്കണം. ഇത്രയൊക്കെ ഓടി ഞാൻ ശ്രമിച്ചിട്ട് അവൻ പിന്നെ ഫോളോ ചെയ്ത് തന്നെയുണ്ട്. ഇവിടെ ആരും കാണുന്നില്ല. എനിക്ക് പേടിയാവും. ഞാൻ എന്ത് ചെയ്യും? പെമ്പിളേരെ വഴി കൂടെ നടക്കാൻ സമ്മതിക്കത്തില്ലേ? നിനക്ക് എന്താടാ? അപ്പൊ തന്നെ കൊടുക്കാനും. ഇതൊക്കെ മുടിഞ്ഞ് 20 yearsന് ശേഷം അയാളൊക്കെ കിഴവനായി പോയി. ഇപ്പൊ അവനെ പിടിച്ച് ജയിലിൽ വെച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാന്ന്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ? ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് നാണക്കേടില്ല ഇപ്പൊ വന്ന് ഇതൊക്കെ പറയുന്നത്? വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്നേ. നാണവും മാനവും ഇല്ലാത്തവന് എന്തിനാടാ അണ്ടർവെയർ അല്ലേ ശങ്കറിയ? അതെ അതെ, ഫീൽഡ് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിലില്ലമ്മ. ഹോൾ ഇന്ത്യ, പാൻ ഇന്ത്യ സിനിമ അങ്ങനെ തന്നെയാ. ഇത് എല്ലായിടത്തിലും ഉണ്ട്. ഈ സിനിമാക്കാരൊക്കെ കുഴപ്പമാണ്. ഞങ്ങൾ സിനിമാക്കാർക്ക് എന്താ കുഴപ്പം? കുഴപ്പമെന്ന് പറയാന് ഇപ്പൊ എനിക്ക് കഴിയൂല, കാരണം അത്രക്ക് ഉണ്ട് നിങ്ങളെ കുഴപ്പങ്ങള്. സിനിമയിലുള്ളതായിട്ട് അറിയാമായിരുന്നു. ആ പവർ ഗ്രൂപ്പ് ഇപ്പൊ വരയ്ക്കും ഇருக்கு. വേറെ யாரும் இல்ல. മോഹൻലാൽ മമ്മൂട്ടി തവറ അങ്ക യാർ പവർ ഗ്രൂപ്പ്? അവരാണ് മെയിൻ പവർ ഗ്രൂപ്പ് അവിടെ. ഇപ്പോഴും എനിക്കിതറിയാൻ വയ്യ. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചേത പെണ്ണോട്ട് അവിഹിതം. നീ ഓക്കെ പറയാതെ എതും നടക്കത്തില്ല. ഓക്കെ, അപ്പൊ എവിടെയോ നിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, ആ ഗേളുടെ മിസ്റ്റേക്ക്. ഐ എം ടോക്കിംഗ് അബൌട്ട് എവറി വുമൻ. കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചേത പെണ്ണോട്ട് അവിഹിതം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നളിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. എനിക്കും അറിയാൻ വയ്യ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അല്ലേ? സോ നിന്റെ ഒരു വീക്ക്നെസ് അയാൾക്ക് അറിയാം. ഒരു സോറി പോലും പറയാൻ ഇയാൾ റെഡിയാവുന്നോ നോക്കിയേ. ഞാൻ മാത്രമാണോ തെറ്റുകാരൻ? ഒരു അവിഹിത ഗർഭത്തിലുണ്ടായ കുഞ്ഞിനെ പോലെ കനേഡിയൻ തെരുവോരെ തന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞതോ?